വീട് പണി പൂർത്തിയാക്കണം, നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, നല്ല വീട്ടിലേക്ക് അവളെ കൊണ്ടുവരണം. ഏതൊരു 28-30 പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആഗ്രഹം തന്നെയാണിത്. അവൻ്റെ കുടുംബത്തെ സന്തോഷമായിട്ട് ജീവിപ്പിക്കണം, എല്ലാവരും വളരെയധികം സന്തോഷമായിട്ടിരിക്കണം. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എല്ലാ ആൺകുട്ടികളുടെയും ചിന്ത. അതുതന്നെ ആയിരുന്നു അഖിലിൻ്റെയും ചിന്ത. പൊട്ടിക്കരഞ്ഞ അവൻ്റെ അമ്മയ്ക്ക് പറയാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളരിക്കുണ്ട് AKG നഗറിലെ വാളിപ്ലാക്കൽ അഖിൽ ജോയിൻ്റെ വിയോഗ വാർത്ത മലയോര ഗ്രാമങ്ങളെ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു. 26 വയസ്സായിരുന്നു അഖിൽ ജോയിൻ്റേത്. കഴിഞ്ഞ ദിവസം ഒഡേസ തുറമുഖത്തിന് സമീപമാണ് ആഫ്രിക്കൻ രാജ്യമായ ഗിനി ബസായയുടെ പതാക വഹിച്ചിരുന്ന മുംബൈ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. കപ്പലിലെ ചീഫ് ഓഫീസറായിരുന്നു അഖിൽ. സാന്ത്വനിപ്പിക്കാൻ കളക്ടർ വരെ എത്തിയ ഒരു കുടുംബമായി മാറി അഖിലിൻ്റേത്. ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ അഖിൽ ജോയ് ഉൾപ്പെടെയുള്ള കേരള ടീമിനോടൊപ്പമുള്ള ചിത്രങ്ങൾ എപ്പോഴും അതിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം. കൃത്യമായി തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. യുദ്ധരംഗത്തുള്ള ദുരന്തമായതിനാൽ അഖിലിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 ആഴ്ചയെങ്കിലും താമസമുണ്ടാകുമെന്നാണ് ആദ്യം പറഞ്ഞത്. പരമാവധി വേഗത്തിലാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായ നടപടി ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം ഇടപെട്ടിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. സർക്കാരിന്റെ മേൽനോട്ടം മൃതദേഹം നാട്ടിലെത്തിക്കും. തുടർ നടപടികളെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നടക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ താനും മുൻപന്തിയിലുണ്ടാവുമെന്ന് കളക്ടർ ഉറപ്പു നൽകുകയും ചെയ്തു. തീർത്തും നിർധന കുടുംബമായിരുന്നു അഖിലിൻ്റേത്. അച്ഛൻ ജോയൽ ചിറ്റാരിക്കാലിലെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനും അമ്മ സാലി പരപ്പാസ് പോസ്റ്റിലെ ഓഫീസിലെ ആഡിയോ ഏജന്റുമായിരുന്നു. ഇവരുടെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം പുലർത്തിയത്. 4 വർഷം മുൻപ് മെർച്ചന്റ് നേവിയിൽ ജോലിയിൽ പ്രവേശിച്ചതോടെ അഖിലിന്റെ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടു. ജോലി ലഭിച്ച ശേഷം 1 വർഷം മുൻപ് വെള്ളരിക്കുണ്ടിൽ സ്വന്തമായി വീട് നിർമ്മിച്ചു. 2 മാസം മുൻപ് ലീവിൽ വന്നപ്പോൾ തന്നെ അഖിൽ 40 ദിവസം മുൻപ് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോയി. ഇതിനിടയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചത്. അടുത്ത ഏപ്രിൽ നാട്ടിലെത്തുമ്പോൾ വിവാഹം നടത്താനായിരുന്നു തീരുമാനം. വിവാഹക്കാര്യം നാട്ടിലെത്തിയപ്പോൾ അടുത്ത സുഹൃത്തുക്കളുമായി അഖിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാഹ സ്വപ്നം ബാക്കിയാക്കിയാണ് അഖിൽ മടങ്ങുന്നത്. ക്യാപ്റ്റൻ പദവി ഇല്ലാതെയുള്ള മടക്കമാണ്. വെള്ളരിക്കുണ്ട് സെന്റ് ജൂഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠനത്തിനു ശേഷം ചെന്നൈയിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠനവും ഉയർന്ന മാർക്കോടെ പൂർത്തിയാക്കിയ ശേഷമാണ് അഖിൽ 19-ാം വയസ്സിൽ മെർച്ചന്റ് നേവിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് കപ്പലിൽ ചീഫ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടെ ക്യാപ്റ്റൻ തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. 2014 തൊട്ട് 15 വരെയുള്ള +2 പഠനത്തിനിടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ കേരള ടീമിലെ അംഗമായിരുന്നു അഖിൽ. അങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നത്.